നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് യൂണിവേഴ്സൽ നൽകുന്ന ഗൈഡൻസ് എന്താണ്, ഇന്നത്തെ ദിവസം നിങ്ങൾ എങ്ങനെയാണ് കടന്നു പോകാൻ പോകുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ലൈഫിൽ എന്തെല്ലാമാണ് നിങ്ങൾക്കിന്ന് നേരിടേണ്ടി വരിക, മനസ്സിലാക്കേണ്ടി വരിക, എന്തൊക്കെ സിറ്റുവേഷൻസുകളെയാണ് ഇന്ന് നിങ്ങൾ തരണം ചെയ്യേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഫ്യൂച്ചറിലേക്കുള്ള പോക്ക് ഇന്നത്തെ ദിവസത്തെ കണക്റ്റ് ചെയ്ത് എങ്ങനെയായിരിക്കും, അത് സാമ്പത്തികമായിട്ടും കരിയർ മേഖലപരമായിട്ടും റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തും നിങ്ങളുടെ ഹെൽത്തിനെ ബേസ് ചെയ്തും എല്ലാം കണക്റ്റ് ചെയ്താണ് നമ്മൾ ഓരോ ദിവസത്തെയും യൂണിവേഴ്സൽ മെസ്സേജ് എടുക്കുന്നത്. നിങ്ങളതിൽ എത്രത്തോളം പോസിറ്റീവായിട്ടാണോ കാണുന്നത്, നിങ്ങൾ എത്രത്തോളം അതിലേക്ക് കണക്റ്റഡ് ആകുന്നുവോ, നിങ്ങൾക്ക് എത്രത്തോളം പോസിറ്റീവായൊരു ഇൻഫർമേഷൻസ്, നല്ലൊരു ഗൈഡൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുവോ, അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ലൈഫിൽ റീഡിങ്സ് റെസനേറ്റ് ആകുന്നത്. ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യണം. ജനറൽ റീഡിങ്സ് ആണ്, ഒരുപാട് വ്യക്തികളുടെ പ്രസൻസ് വരുന്ന റീഡിങ്സുകളാണ് ജനറൽ റീഡിങ്സ്. അതിൽ നിങ്ങളുടെ പ്രസൻസ് ഉണ്ടാവാൻ തീർച്ചയായിട്ടും നിങ്ങൾ റീഡിങ്സുമായിട്ട് കണക്റ്റഡ് ആകുക. ലൈക്ക് ചെയ്ത് എനർജിയെ കണക്റ്റ് ചെയ്ത് നിങ്ങളുടെ പ്രസൻസ് റീഡിങ്സിലേക്ക് കൊടുക്കുക. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യത്തെക്കുറിച്ചാണ് അറിയേണ്ടത് എന്നുള്ളതും ഒരു പ്രാർത്ഥന പോലെ നിങ്ങളൊന്ന് ചിന്തിക്കുക. നല്ല വ്യക്തവും കൃത്യവുമായൊരു മറുപടി ഈ റീഡിങ്സിലൂടെ എനിക്ക് ഇന്ന കാര്യങ്ങൾക്ക് ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹത്തോടു കൂടി തന്നെ റീഡിങ്സ് കാണാൻ ശ്രമിക്കുക. പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ പേയ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളെക്കുറിച്ചാണോ അറിയേണ്ടത്, എന്തൊക്കെ ചോദ്യങ്ങളാണോ നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നത്, അതെല്ലാം വ്യക്തമായി പേഴ്സണൽ റീഡിങ്സിൽ ചോദിച്ച് അറിഞ്ഞ് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ നമുക്കിവിടെ പറയാനുള്ളത് റൈറ്റ് ഹീലിംഗ് ആണ്. റൈറ്റ് ഹീലിംഗ് എന്ന് പറയുന്നതാണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത്. നിങ്ങൾ ആദ്യം പൂർണ്ണമായും ഒരു പോസിറ്റീവായി നല്ലൊരു എനർജിയിലേക്ക് വന്നു കഴിയുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് നല്ല നല്ല കാര്യങ്ങളെ അട്രാക്റ്റ് ചെയ്യാനും നിങ്ങളിലേക്ക് വരുന്ന ഓരോ ഓപ്പർച്യൂണിറ്റീസുകളും അതിൻ്റേതായ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗമാക്കി എടുക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളെ കാണുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, മുന്നോട്ടേക്ക് പോകുക കേട്ടോ. നൈറ്റ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ആക്ഷൻ കാർഡാണ്. അതായത് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ സ്തംഭിച്ച് നിന്ന്, അതായത് കൺഫ്യൂസ്ഡ് എനർജിയിൽ നിന്ന വ്യക്തികളാണെങ്കിൽ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട ദിവസമാണ് കേട്ടോ. ഇന്ന് നിങ്ങൾ ചെറിയ തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ട വ്യക്തിയാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ഒന്ന് പ്രവർത്തിക്കേണ്ട ദിവസമാണ്, തിരിഞ്ഞ് ചിന്തിക്കേണ്ട ദിവസമാണ്. അതായത് പാസ്റ്റിലെ ചില കാര്യങ്ങളെ എല്ലാം കണക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങളുടെ ലൈഫിൻ്റെ ഇന്നത്തെ തുടക്കം എന്നുള്ളത് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞു പോയ ചില കാര്യങ്ങളെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞു പോയ ചില നഷ്ടങ്ങളെ മനസ്സിലാക്കി ഇന്നു മുതൽ മുന്നോട്ടേക്ക് നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കണമെന്നുള്ള ഒരു വാണിംഗ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം പാസ്റ്റ് എനർജിയിൽ അല്ലെങ്കിൽ പാസ്റ്റിലെ ചില ആഗ്രഹങ്ങൾ, പാസ്റ്റിൽ നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞ ചില ബന്ധങ്ങളൊക്കെ നിങ്ങൾക്ക് ഇന്ന് വീണ്ടും ഒരു കണക്റ്റ് ചെയ്തെടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ കാര്യങ്ങളെ കണക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇന്നത്തെ ദിവസം മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ചെറിയ സെൽഫിഷ് മെൻറ്റാലിറ്റി, അതായത് നിങ്ങളെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് സമയം ചെലവഴിക്കുക. നിങ്ങൾ മറ്റെല്ലാവരിലേക്കും എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ നിങ്ങളിലേക്കൊന്ന് ഫോക്കസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. നിങ്ങൾ അങ്ങനെ നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ഇമോഷണൽ ബാലൻസ്, ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കാതെ നിങ്ങൾ ലൈഫിൽ ഒരുപാട് കാര്യങ്ങളിലേക്ക്, പുറമേയുള്ള മറ്റു കാര്യങ്ങളിലേക്ക്, മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാമെന്ന് തോന്നുന്ന ഒരു മനസ്സിലേക്ക്, അതായത് കുറച്ചൊക്കെ ഞാൻ എന്നെയും കൂടി ഒന്ന് പ്രാധാന്യം കൊടുക്കണം, കെയർ ചെയ്യണമെന്നുള്ളൊരു മൈൻഡിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്.
അതുപോലെ അങ്ങനെ ചിന്തിക്കേണ്ടി വരുന്ന ചില സാഹചര്യങ്ങളും പലരുടെ എനർജിയിൽ ഇന്ന് കണക്റ്റഡ് ആകുന്നുണ്ട്. അതായത് നിങ്ങളുടെ വാല്യൂ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട്. അതുപോലെ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കിട്ടിയിരിക്കുന്ന മറ്റൊരു എനർജി എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പ്രവർത്തിക്കാനൊരു കോൺഫിഡൻസ് ഉണ്ട്. ലൈഫിൽ തന്നെ നിങ്ങൾക്കൊരു എന്താ പറയുക, മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയ ചില ഉപദേശങ്ങളാവാം, നിങ്ങളുടെ ചില എക്സ്പീരിയൻസുകളാവാം. നിങ്ങളെപ്പോഴും ഒരു എന്താ പറയുക, മനസ്സിന് അത്രത്തോളം ഒരു ധൈര്യം ശക്തിയൊന്നും ഇല്ലാത്തവരായിരുന്നെങ്കിൽ ആ ഒരു ധൈര്യവും ശക്തിയൊക്കെ നിങ്ങൾക്ക് വീണ്ടെടുക്കാൻ പറ്റുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് 8 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് കേട്ടോ. 8 ഓഫ് സോഴ്സിൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങളിൽ ആരൊക്കെയോ സ്വയം ബന്ധനത്തിൽ നിൽക്കുന്നവരുണ്ടല്ലോ. നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് നിങ്ങൾക്ക് പ്രവർത്തന ശൂന്യത വന്നിരിക്കുന്ന വ്യക്തികൾ. ഒരു പക്ഷേ നിങ്ങൾ കുറേ പ്രശ്നങ്ങളെ ആയിരിക്കാം, അല്ലെങ്കിൽ ചിന്തിച്ച് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തികളായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഈ ഭൂതകാലത്തിലും വർത്തമാനകാലത്തിലെയും കണക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. പാസ്റ്റും പ്രസൻറ്റുമായിട്ട് ഇങ്ങനെ കണക്റ്റ് ചെയ്ത് പിടിച്ചേക്കുവാണ്. ഏറ്റവും വലിയൊരു സത്യം ഞാൻ നിങ്ങളോട് പറയാം, നമ്മൾ പാസ്റ്റിലെ കാര്യങ്ങൾ ഇനി ഒരിക്കലും തിരിച്ചെടുത്തിട്ട് കാര്യമില്ല. അത് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്ത് കളയുക കേട്ടോ. പാസ്റ്റ് ഒന്നും നമ്മുടെ ലൈഫിൽ വേണ്ട ഒരു കാര്യമല്ല. പാസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേസ്റ്റ് പേപ്പറാണ്. അത് തിരുത്താനും പറ്റില്ല, തിരിച്ചെഴുതാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ പാസ്റ്റ് എന്ന് പറയുന്നത്, ഇന്നലകളെന്ന് പറയുന്നതിന് വിട്ടുകളയുക. ചിലരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇമോഷണൽ ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ട്. വിശ്വസിച്ചിരുന്ന ചില ബന്ധങ്ങളിലൊക്കെ നിങ്ങൾക്ക് ചതി പറ്റിയതായിട്ടാണ് കാണുന്നത്. അതായത് യഥാർത്ഥ സ്നേഹം തിരിച്ചറിയാൻ പറ്റാതെ പോയ ഒരു തെറ്റ് നിങ്ങളുടെ മനസ്സിനകത്തുണ്ട്. അതായത് നിങ്ങളെ സ്നേഹിച്ചവരെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നിലനിൽക്കേണ്ട ഇടമായിരിക്കാം. അത് നിങ്ങൾക്ക് മനസ്സിലാവാതെ നിങ്ങളുടെ ജീവിതം പാഴാക്കി കളഞ്ഞു. അതായത് ആവശ്യമില്ലാത്ത മറ്റെവിടെയോ കൂടുതൽ ഫോക്കസ് കൊടുത്ത് അവിടെ നിന്ന് നിങ്ങൾക്ക് തിരിച്ചടി ലഭിച്ചൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ അതാണ് നിങ്ങളെ ബന്ധനത്തിലാക്കിയത്. നിങ്ങളുടെ കഴിഞ്ഞുപോയ ആ ചില കാലങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച ചില സിറ്റുവേഷൻസുകൾ ഇപ്പം നിങ്ങളെ ബന്ധനത്തിലാക്കി നിർത്തിയിട്ടുണ്ട്. അത് ഒരു ട്രാജഡിയാണ് കേട്ടോ, ഒരു ട്രോമയാണ് കേട്ടോ. അത് റൈറ്റ് ഹീലിംഗ് ചെയ്ത് നിങ്ങൾ പുറത്ത് കടക്കുക. കാരണം നിങ്ങൾക്ക് അബണ്ടൻസ്, ഭാഗ്യത്തിൻ്റെ സമയത്തിലാണ് നിങ്ങൾ ഈ ഒരു സ്റ്റക്നെസ്സിൽ നിൽക്കുന്നത്. നിങ്ങൾക്ക് ഭാഗ്യം വരുന്നു, നിങ്ങൾക്ക് അനുഗ്രഹം വരുന്നു എന്ന സമയങ്ങളിൽ നിങ്ങളെ അനുഗ്രഹത്തിനോടൊപ്പം തന്നെ നെഗറ്റീവ് എനർജിയുടെ പ്രസൻസും നിങ്ങളിലേക്ക് വരും. നിങ്ങളുടെ ജീവിതത്തിലെ ഭാഗ്യത്തെ, നിങ്ങളുടെ സക്സസ്സിനെ തകർത്ത് കളയാൻ. അപ്പോൾ നിങ്ങളവിടെ വളരെ അധികം ഊർജ്ജസ്വലതയോടുകൂടി പോസിറ്റീവായിട്ട് നിൽക്കുക. ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരുന്ന ഓവർ തിങ്കിങ്, അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകൾ, എല്ലാത്തിനോടും തോന്നുന്ന മടുപ്പ്, ഇതിൽ നിന്നൊക്കെ വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾ പുറത്ത് കിടക്കണം കേട്ടോ. നൈറ്റ് സോഴ്സിൻ്റെ എനർജി വീണ്ടും കണക്റ്റഡ് ആയിട്ടുണ്ട്. നൈറ്റുകളുടെ എനർജി എന്ന് പറഞ്ഞു പോയാൽ കഴിഞ്ഞ കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തോന്നിക്കുന്നൊരവസ്ഥ, കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്ന അവസ്ഥ. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് പറ്റിപ്പോയ അബദ്ധം, നമുക്കിനി അതൊന്നും നേടിയെടുക്കാൻ പറ്റില്ല, നമ്മളതിലൊന്നും ഇനി നിലനിൽക്കില്ല, നമുക്കതുകൊണ്ട് ഗുണമില്ല എന്ന് അറിഞ്ഞിട്ടും അതിനെക്കുറിച്ച് തന്നെ ഓവർ തിങ്കിങ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ്. വളരെ ഫാസ്റ്റായിട്ടാണ് നിങ്ങൾ ആ ഒരു പഴയ കാലത്തെക്കുറിച്ച്, അല്ലെ പഴയ നഷ്ടത്തെക്കുറിച്ച് ഒക്കെ ചിന്തിച്ചു കൂട്ടുന്നത് കേട്ടോ. ഇന്നത്തെ ദിവസം ആ ഒരു കഴിഞ്ഞുപോയ കാലങ്ങളിലേക്ക് വീണ്ടും തിരിച്ച് ചിന്തിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണുന്നുണ്ട്. അത് കൂടുതലും നിങ്ങൾക്ക് സ്ട്രെസ് അല്ലെങ്കിൽ പ്രോബ്ലംസുകളെ ഉണ്ടാക്കുന്നുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ നല്ല സ്ട്രോങ് ആവുക, അബണ്ടൻസിലേക്ക് വരിക കേട്ടോ. അതായത് നിങ്ങളെ ഒന്ന് നിങ്ങൾ ഇന്ന് തിരിച്ചറിയണം എന്ന് തന്നെയാണ് കാണുന്നത്. ഒരു സെൽഫ് ലവ് എനർജിയുടെ പ്രസൻസ് ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ട്. ആ ഒരു സെൽഫ് ലവ് എനർജി നിങ്ങൾ എന്ത് ചെയ്യുക, ആക്റ്റീവ് ആക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാക്ടിക്കലി കൊണ്ടുവരാൻ ശ്രമിക്കുക കേട്ടോ. അതായത് നിങ്ങളെ തന്നെ ഒന്ന് സ്ട്രോങ് ആക്കുക. നിങ്ങളുടേതാകുന്ന ആ ഒരു വാല്യൂ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്, നിങ്ങളായിട്ട് നഷ്ടപ്പെടുത്താതിരിക്കുക ഇന്നത്തെ ദിവസം കേട്ടോ. അങ്ങനെ നഷ്ടപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നിരാശയും സ്തംഭനാവസ്ഥയും ഓവർ തിങ്കിങ്ങും സ്ട്രെസ്സും എല്ലാത്തിനോടും തോന്നുന്ന മടുപ്പും നിങ്ങളിൽ നിന്ന് എടുക്കേണ്ട തീരുമാനങ്ങൾക്ക് കറക്റ്റായിട്ട് തീരുമാനം എടുക്കാൻ പറ്റാതെ പോകുന്നൊരവസ്ഥ, അതെല്ലാം ആ ഒരു ട്രോമയെ ബേസ് ചെയ്ത് നിങ്ങളിൽ സംഭവിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് അബണ്ടൻസിൻ്റെ ലോസ്
സംഭവിക്കും. സാമ്പത്തികപരമായ എന്തെങ്കിലും കാര്യങ്ങളിൽ ഇന്നൊക്കെ ഇൻവോൾവ് ആയാൽ അവിടെ നിങ്ങൾക്ക് അബദ്ധം സംഭവിക്കും, നഷ്ടം സംഭവിക്കും. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസുകളെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റാതെ പോകും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ദിവസമാണ് ഇന്നത്തെ ദിവസം. കഴിഞ്ഞു പോയി, ഇനി അതിലേക്ക് തിരിഞ്ഞു നോക്കണ്ട. ഇനി എന്താണ്, ഇന്നും ഈ നിമിഷം മുതൽ മുന്നോട്ടേക്ക് എന്ത് എന്ന് മാത്രം ചിന്തിക്കുക കേട്ടോ. റീയൂണിയൻ്റെ പ്രസൻസും സ്ട്രോങ് ആയിട്ട് കയറി വരുന്നുണ്ട് കേട്ടോ. ഇന്ന് എവിടെയെങ്കിലും നിങ്ങളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി നിൽക്കേണ്ടി വരും. ചില ഉണ്ടല്ലേ, പാസ്റ്റ് തന്നെയാണ് വീണ്ടും കണക്റ്റഡ് ആവുന്നത് കേട്ടോ. പാസ്റ്റിൽ എങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ലോസ് സംഭവിച്ച, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും നഷ്ടം സംഭവിച്ച, എവിടെയെങ്കിലും നീതിപൂർവം ചില കാര്യങ്ങൾ പറയാനോ പ്രവർത്തിക്കാനോ ഒക്കെ പറ്റാതെ പോയ വ്യക്തികളെ സംബന്ധിച്ച് ഇന്നൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇന്നൊരു തിരുത്തൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്, ഒരു റീയൂണിയൻ സംഭവിക്കുന്നുണ്ട്, ഒരു ഓപ്പർച്യൂണിറ്റീസ്. നഷ്ടപ്പെട്ടത് തിരിച്ച് ലഭിക്കുന്നതാവാം, നഷ്ടപ്പെട്ടതിനേക്കാൾ മൂല്യമുള്ളത് തിരിച്ച് ലഭിക്കുന്നതാവാം. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വ്യക്തികളിൽ നിന്നോ മറ്റു സാഹചര്യങ്ങളിൽ നിന്നോ ഒരു റീകണക്ഷൻ വരുന്നു എന്നാണ് കാണുന്നത്. ഒരു അണ്ടർസ്റ്റാൻഡോട് കൂടി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകാൻ പറ്റുമെന്നുള്ളതാണ് കാണുന്നത്. ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ബുദ്ധിപൂർവമാണ് ഇന്ന് ഓരോ കാര്യങ്ങളും ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. എടുത്ത് ചാടി ഒന്നും ചെയ്യരുത്. അത് നിങ്ങളുടെ കരിയർ മേഖലയിലും നിങ്ങൾ എടുത്ത് ചാടി ഒരു കാര്യങ്ങളും ചെയ്യല്. നിങ്ങൾക്ക് മുന്നിൽ തടസ്സങ്ങളുള്ള കാര്യങ്ങൾക്കും നിങ്ങൾ എടുത്ത് ചാടി ഒരു തീരുമാനം എടുക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികപരമാകുന്ന ഒരു ഭദ്രത വേണമെങ്കിലും നിങ്ങൾ സഡൻ ആക്ഷൻ എടുക്കരുത്. എല്ലാം ക്ഷമയോടുകൂടി വെയിറ്റിംഗ് ചെയ്ത് ആലോചിച്ച് നിങ്ങളിൽ തന്നെ ഉണ്ട് നിങ്ങൾക്ക് പവർഫുള്ളാകുന്ന ഒരു ഗൈഡൻസ് നൽകുന്ന ഒരു മൈൻഡ്. അതിനനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. എല്ലാ വശങ്ങളും 4 വശങ്ങളെയും കുറിച്ച് മനസ്സിലാക്കി വ്യക്തതയോടുകൂടി മാത്രമേ ഇന്ന് ഈ ഒരു മേഖലകളിലെല്ലാം തീരുമാനമെടുക്കാവുള്ളൂ കേട്ടോ. അപ്പം പ്രതിസന്ധികളെ തരണം ചെയ്യണമെങ്കിലൊക്കെ അവിടെ ഒരു വെയിറ്റിംഗ് ചെയ്യുക. ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും, അതെല്ലാം നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ഫ്യൂച്ചർ പ്ലാനിങ്ങിന്, ഫ്യൂച്ചറിലേക്കുള്ള ചില കാര്യങ്ങൾ ഇന്ന് തുടങ്ങി വെക്കേണ്ടി വരും കേട്ടോ. ഫ്യൂച്ചറിനെ കണക്റ്റ് ചെയ്ത് ഇന്ന് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ തുടങ്ങി വെക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുപോലെ ഒന്നിലധികം വ്യക്തികളുടെ പ്രസൻസ് നിങ്ങളുടെ മുന്നിൽ ഇന്നത്തെ ദിവസം വരാൻ സാധ്യതയുണ്ട്. ഒരിടത്ത് ജസ്റ്റിസ് ആണെങ്കിൽ മറ്റൊരിടത്ത് മെൻ്റൽ സപ്പോർട്ട്, ഫിസിക്കൽ സപ്പോർട്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കേണ്ട സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങളിലേക്ക് ഇന്ന് ആര് ആശ്രയം തേടി വന്നാലും, അല്ലെങ്കിൽ ആരോടൊത്തൊക്കെയാണോ നിങ്ങൾക്ക് ഇന്ന് കണക്റ്റ് ചെയ്ത് പോകേണ്ടി വന്നാലും, ആ സിറ്റുവേഷൻസിനെ രണ്ടിനെയും നിങ്ങൾ ഒരുപോലെ മാനേജ് ചെയ്യണം എന്നുള്ളൊരു എനർജി കാണുന്നുണ്ട്. ഒന്നും വെറുപ്പിക്കുക, അല്ലെങ്കിൽ ഒന്നും ഏതെങ്കിലും ഒന്നിനെ നിങ്ങൾ മൈൻഡ് ചെയ്യാതെ പോവുക എന്നത് പാടില്ല. എല്ലാ സിറ്റുവേഷൻസിനെയും ഇന്നത്തെ ദിവസം വളരെ സ്ട്രോങ് ആയിട്ട് മാനേജ് ചെയ്യുക എന്നതാണ് കാണുന്നത്. നെക്സ്റ്റ് 2 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഒരു ഫെമിനിയൻ എനർജിയുമായിട്ട് ഇന്നൊരു ഫൈറ്റിംഗ് അല്ലെങ്കിൽ ഒരു പവറായിട്ടുള്ള ഒരു വാഗ്വാദം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. ഒരു ലേഡി പ്രസൻസ്, ഒരു പക്ഷേ ഒരു ഉയർന്ന പൊസിഷനിലിരിക്കുന്ന, കുറച്ച് എന്താ പറയുക, ഒരു പവറുള്ള, കുറച്ചൊരു സ്ട്രോങ് പവറൊക്കെയുള്ള ഒരു ലേഡി പ്രസൻസുമായിട്ട് ഇടപാടിൽ, ഒരു ലേഡി പ്രസൻസിൻ്റെ ഇടപാടിലോ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ, ഒരു സ്തംഭനാവസ്ഥ, സ്റ്റക്നെസ് വരാൻ സാധ്യതയുണ്ട്. അപ്പം ആരുമായിട്ടാണോ ഇന്ന് നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നത്, എന്തെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള, ചെറിയ രീതിയിലുള്ളതല്ല, കുറച്ച് ഉയർന്ന തലത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്കിന്ന് കമ്മ്യൂണിക്കേഷൻ ഏതെങ്കിലും ഒരു ഫെമിനിയൻ എനർജിയുമായിട്ടുണ്ടായാൽ അവിടെയും പെട്ടെന്ന് തീരുമാനമെടുക്കരുത്. എന്നാൽ കൺഫ്യൂസ്ഡ് ആയിട്ടോ സ്റ്റക്കായിട്ടോ നിൽക്കുകയും ചെയ്യല്, ആക്റ്റീവായിട്ട് തന്നെ നിൽക്കണമെന്നാണ് കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം സമയത്തിൻ്റെ മാറ്റങ്ങൾ കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും. സാമ്പത്തികമായിട്ടാണേലും ഓപ്പർച്യൂണിറ്റീസ് ആയിട്ടാണേലും നിങ്ങളുടെ സ്കിൽസ്, നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾക്ക് പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്ന ചില സിറ്റുവേഷൻസുകൾ, അവസരങ്ങൾ നിങ്ങൾക്കുണ്ടാകുമെന്ന് തന്നെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള, അതായത് മസ്കുലൻ എനർജിയുടെ ഏറ്റവും ടോപ്പ് എനർജികളാണ് കേട്ടോ വന്നിരിക്കുന്നത്. കിങ് ഓഫ് വാൻസും ദ എംബററും. മസ്കുലൻ പുരുഷന്മാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ച് ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടേതാകുന്ന ഒരു സ്ട്രോങ്
പവർഫുൾ ആകുന്നൊരു സിറ്റുവേഷൻസ് ഉണ്ട്. ഉൾവലിഞ്ഞൊക്കെ നിന്ന വ്യക്തികൾ, കൂടുതൽ കാര്യഗൗരവത്തോടു കൂടിയൊന്നും സംസാരിക്കാതൊക്കെ ഇരിക്കുന്ന വ്യക്തികൾ, മറ്റുള്ളവരുമായിട്ട് ഒരുപാട് മിങ്കിൾ ചെയ്യാൻ പറ്റാത്ത വ്യക്തികൾ, ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർ, അതായത് വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹ ജീവിതത്തിലേക്കൊന്നും കടന്നു ചെല്ലാൻ പറ്റാത്തവർക്കൊക്കെ ഒരു റിയൂണിയൻ പ്രസൻസ് വരുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ സോളുമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു കണക്ഷൻസ് വരുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഒരു പവർഫുള്ളാകുന്ന ഒരു എന്താ പറയുക, ഒരു സാഹചര്യം, ഒരു നല്ല ഒരു ഹാപ്പി മൊമെൻറ്റ്സ്, ഒരു ഇമോഷണൽ ബാലൻസ് ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് കിട്ടിയ എനർജി പോലെ തന്നെ കഴിഞ്ഞുപോയ ചില കാര്യങ്ങൾ, ചില തകർച്ചകൾ, ജീവിതത്തിലുണ്ടായ ചില വീഴ്ചകൾ, തകർച്ചകൾ, അതെല്ലാം എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതും അതിനുള്ള പരിഹാരങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഒരു പക്ഷേ ഫാമിലി പരമായോ, പാർട്ട്നേഴ്സിൻ്റെ ഇടയിലോ, റിലേഷൻഷിപ്പുകൾ, ബന്ധങ്ങൾക്കിടയിലോ, സഹോദര ബന്ധങ്ങൾക്കിടയിലോ, അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് റിലേഷനെ ബേസ് ചെയ്തൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പാസ്റ്റ് എനർജിയിൽ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നവർ, ബന്ധങ്ങളൊക്കെ അറ്റുപോയിട്ടുള്ള ചില വ്യക്തികളൊക്കെ ആയിട്ടുള്ള ബന്ധം വീണ്ടും കൂട്ടിയിണക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തെറ്റിദ്ധാരണകൾ മാറ്റുന്നതാവാം, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വരുന്നതാവാം, കാര്യങ്ങളെ കൂടുതൽ വ്യക്തതയോടും കൃത്യതയോടും കൂടി മനസ്സിലാക്കാനും അതിന് പരിഹാരം കാണുന്നതുമായിട്ടുള്ള എനർജി, ഒരു ശക്തമാകുന്ന റിയൂണിയൻ ബന്ധങ്ങൾക്കിടയിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. ഇഫ് യു ബിലീവ് എന്നാണ് കേട്ടോ. നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ ഇഫ് യു ബിലീവ്, വളരെയധികം വിശ്വാസത്തോടു കൂടി പോവുക. നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് മൂവ് ചെയ്യാൻ പറ്റും. സ്റ്റക്കായിട്ട് നിൽക്കേണ്ടി വരില്ല എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. ആക്ഷനാണ് കേട്ടോ. നിങ്ങൾ എവിടെയെങ്കിലും ശക്തമായിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കാൻ, ഒരു ശക്തമായ തീരുമാനത്തിനോ ഫൈറ്റിങ്ങിനോ ഒക്കെ തയ്യാറായി നിൽക്കുന്ന വ്യക്തികൾ, അതായത് മുന്നും പിന്നും നോക്കുന്നില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് ആരോടെങ്കിലുമായിട്ടോ സാഹചര്യങ്ങളായിട്ടോ ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു തീരുമാനം എടുക്കാനായിട്ട് നിങ്ങൾ പവർഫുള്ളായിട്ട് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. കാരണം ആ ഒരു സിറ്റുവേഷൻസ്, ആ ഒരു നീതിയുടെ, അതായത് ഒരു നീതി നടപ്പിലാക്കേണ്ടതായ, അതായത് ചുമ്മാ എടുത്തു ചാടി തീരുമാനിക്കേണ്ടതല്ല, വളരെ സ്ട്രോങ് ആയിട്ട് നീതി നടപ്പിലാക്കേണ്ട ഒരു കാര്യത്തിനെയാണ് നിങ്ങൾ ഇന്നിപ്പോൾ തയ്യാറായി നിൽക്കുന്നത്. അപ്പോൾ അതിന് സമയമായിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. അൺലൈക്കിലി എന്ന് പറയുന്നുണ്ട് കേട്ടോ, അസാധ്യമെന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കെതിരെ ഏതെങ്കിലും ഒരു ഫെമിനിയൻ എനർജി, ഒരു ലേഡി പ്രസൻസിൽ നിന്നും ഒരു ശത്രുത ഭാവം വരുന്നുണ്ട്, ഒരു ബ്ലാക്ക് മാജിക് പോലുള്ളതോ നിങ്ങളെ സ്തംഭനാവസ്ഥയിലേക്ക് ആക്കുന്നതായോ എന്തെങ്കിലും ഒരു നെഗറ്റീവ് പ്രസൻസ് വരുന്നുണ്ടെങ്കിൽ അസാധ്യമെന്നാണ് പറയുന്നത് കേട്ടോ. അതൊരിക്കലും നിങ്ങളിലേക്ക് വന്ന് ചേരുകയില്ല. ഒരു നെഗറ്റീവ് പ്രസൻസ് അല്ലെങ്കിൽ ഒരു ലേഡി പ്രസൻസിൽ നിന്നുള്ള ആ ഒരു നെഗറ്റീവ് ഊർജ്ജം നിങ്ങളെ പിടികൂടുകയില്ല കേട്ടോ. അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും ഭയപ്പെടേണ്ടതാകുന്ന ഒന്നും തന്നെ സംഭവിക്കുകയില്ല. കോംപ്രമൈസ് വന്നിട്ടുണ്ട് കേട്ടോ. റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് എന്തെങ്കിലും തർക്കമോ പ്രശ്നമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത്, ഭാര്യഭർത്തൃ ബന്ധമാവാം, പ്രണയബന്ധമാവാം, അങ്ങനെയുള്ള റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് നിങ്ങളൊരു സ്ട്രഗിൾ എനർജിയിലാണ് പോകുന്നതെങ്കിൽ, എത്ര കൊണ്ടും പൊരുത്തപ്പെടാനോ അക്സെപ്റ്റ് ചെയ്യാനോ ഒന്നും പറ്റാത്ത വിധം നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുവെങ്കിൽ 100% നമുക്കവിടെ തന്നിരിക്കുന്നത് കോംപ്രമൈസാണ് കേട്ടോ. നിങ്ങളത് ബാലൻസ് ചെയ്യണം. അതായത് പ്രശ്നങ്ങളെ കൂടുതൽ മൂർച്ഛന അവസ്ഥയിലേക്ക് എത്തിക്കാത്ത വിധം നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ക്ഷമയോടുകൂടി അവിടെ ഒരു കോംപ്രമൈസ് ചെയ്യുക എന്നാണ് നമുക്ക് എനർജിയിൽ കാണിച്ചു തന്നിരിക്കുന്നത് കേട്ടോ.